പേപ്പർ പോപ്പർ ഉണ്ടാക്കുമോ എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ദാ ഈ മടക്കുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. പിന്നെ ഇത് ഒരു വെറും A4 ഷീറ്റാണ് കേട്ടോ. അതിൽ ഞാൻ സ്കെച്ച് വെച്ച് വരച്ച് ചെറിയൊരു ഡിസൈൻ ഉണ്ടാക്കിയെന്ന് മാത്രം. കാരണം അത് ഒരു വൈറ്റ് മാത്രമായിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ ഒരു ഡിസൈൻ ആയിക്കോട്ടെ, അപ്പോൾ ഒരു ഭംഗിയാവുമല്ലോ. പിന്നെ A4 ഷീറ്റിൽ ഇതുപോലുള്ള പാറ്റേൺ പേപ്പർ ഉണ്ടാക്കി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ, നമുക്കത് ഉണ്ടാക്കാം. പിന്നെ ഈ പേപ്പർ പോപ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പാർട്ടി പോപ്പർ ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം അത് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ പോപ്പർ ഉണ്ടാക്കുന്നതാ ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇനിയാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. ഇതാ ഈ മടക്ക് നമ്മൾ തിരിച്ച് മടക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മടക്ക് കറക്റ്റായിട്ട് കിട്ടിയാലാണ് നമുക്കിതാ ഈ ഒരു സ്റ്റെപ്പ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ തുമ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്കിതാ ആ ഒരു ഇത് ഇങ്ങോട്ട് പിന്നെ തിരിച്ച് മടക്കി വയ്ക്കുക. അത് കഴിഞ്ഞതാ അപ്പുറത്തെ വശം അതേപോലെ തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിത് ഒരു A4 ഷീറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു A4 ഷീറ്റിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. അതിനാണ് കൂടുതൽ സൗണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കി വരണം. അത് ഒരു പകുതി A4 ഷീറ്റായിരുന്നു, അതിനായിരുന്നു കേട്ടോ കൂടുതൽ സൗണ്ട്. ദാ സംഗതി വർക്കിംഗ് ആയില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും മറക്കണ്ട. ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റുകൾ നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.